ഗുഡ് മോർണിംഗ് ബോയ്സ് അഗെയിൻ. ഇത് ലാസ്റ്റ് ഡേ ഇൻ ഗോവ. നമ്മൾ ആക്ച്വലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുന്നു, നേരെ പാറ റോഡിലേക്ക് പോകുന്നു. പാറയാണോ കേരള മനസ്സിലായി, 2 തെങ്ങൊക്കെയുള്ള റോഡില്ലേ, ആ റോഡിലോട്ട് പോകുന്നു. അവിടെ ഫസ്റ്റ് പിന്നെ ഒരു സ്ട്രീറ്റിലും പോകാണ്ട് അണ്ണം വിളിക്കുന്നുണ്ട് ചോറും ബ്രേക്ക്ഫാസ്റ്റ്. ആടാ ഈ അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് കഴിക്കാം. അല്ല, നമ്മൾ എഗ് നൂഡിൽസാണ് പറഞ്ഞത്. 2 എണ്ണത്തിന് 300 റുപ്യ എന്തോ പറഞ്ഞ. അപ്പോൾ എന്തായാലും ബാക്കി ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കുത്തബ് മിനാർ പോലെ ഉണ്ടായി എൻ്റെ പ്ലേറ്റ്. ഭാരതപുഴ പോലെ കുഴപ്പമില്ല, ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട്, പക്ഷെ ഭയങ്കര ഫ്ലേവർ ആയിട്ട്. അപ്പോൾ നമ്മൾ നൂഡിൽസൊക്കെ കഴിച്ച് ഫുഡ് അടി കഴിഞ്ഞ് കുറച്ച് നേരം റൂമിലൊന്നിരുന്ന് ഇപ്പം സമയം 12:24 നമ്മളെന്തായാലും ആ പാറ റോഡ്, അങ്ങനെന്താ പാറ റോഡ്, ഓക്കെ, ഫോട്ടോഗ്രാഫി സോൺ എന്ന് പറഞ്ഞ ഒരു ഏരിയ മാപ്പ് തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് 6.1 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ, ഭയങ്കര അടുത്താണ്, 15 മിനിറ്റ്. അപ്പോൾ എന്തായാലും അവിടേക്ക് വിടാം. വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ സീനാണ്, കാരണം എല്ലായിടത്തും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ജംഗ്ഷനിലും പോലീസ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ റിസ്ക് എടുത്ത് വണ്ടി ഓടിക്കണ്ട, അത്രേ ഉള്ളൂ. എപ്പോഴാണ് പിടിക്കാമെന്നറിയില്ല, മനസ്സിലായില്ലേ? ഞാൻ ആക്ച്വലി നമ്മളെ എക്സ്പ്രസ് ഹൈവേ എന്നല്ല, മറ്റേ ഗോവേൻ്റെ ആ ഒരു ഏരിയ ഉണ്ട്, അതിലൂടെ കാർ മാത്രമേ എടുക്കാൻ പറ്റൂ. ഞാൻ കൊണ്ട് ബൈക്ക് എടുത്ത് പോയി, നൈസായിട്ടൊരു 500 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട്. അതായിരുന്നു നമ്മളെ ഗോവേൻ്റെ തുടക്കം. നീണ്ടു നിവർന്ന് കിടക്കുന്ന തെങ്ങുകൾ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നത്തിങ് മച്ച്. ഈ ഒരു സംഭവം തന്നെ, ഈ ഒരു വൈബ്, കൊച്ചു റോഡ് ഇങ്ങനെ ആസ്വദിക്കുക. തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. ഫ്രാൻസി POV ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഓൻ്റെ റീലിനുള്ള സാധനം കിട്ടി. ഇനി നമുക്ക് എവിടേക്കാണ് പോകണ്ടേ? നമുക്ക് ജോസഫ് ബാർ. നമ്മൾ ജോസഫ് ബാറിലോട്ട് കിടക്കുകയാണ്. ആ പാറ റോഡിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ മച്ചായിട്ടൊന്നുമില്ല, പക്ഷേ എന്താ ഗോവ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളൊരു വൈബ് അത്ര തന്നെ. നേരത്തെ ആൾക്കാരൊക്കെ വന്നു വരുന്നുണ്ട്, മോനെ വണ്ടി ഇവിടെ നിർത്തിയത് അല്ലേ, എല്ലാവരും ഭയങ്കര പൊളൈറ്റ് ആയിട്ടോ പറയണ, സീനില്ല. കാരണം ചെറിയ റോഡല്ലേ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരും, കാറൊക്കെ വരുന്ന റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ടൂറിസ്റ്റേഴ്സ് ഇവിടെ കാണാം. ഗോവയുടെ ഏതൊക്കെയോ വഴിയിലൂടെ പോവാണ്. അപ്പം നമ്മളെ മുമ്പിൽ കുറച്ച് മലയാളി ടീംസിനെ കിട്ടിയിട്ടുണ്ട്. പാലക്കാടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മലയാളിനെ കണ്ടപ്പോൾ എന്ത് സുഖം. വരുമ്പം അതിൻ്റെ മേലെ കൂടിയാണ് വന്നത്. അവിടെ ആക്ച്വലി കാർസ് മാത്രമേ അലൗഡുള്ളൂ, പക്ഷേ നമ്മൾ ആ വഴി അങ്ങ് എടുത്ത് വന്ന് താഴ്ന്ന് ഫൈൻ അടച്ചു. ഓക്കെ, നമ്മൾ ശരിക്കും വരേണ്ട റൂട്ട് ഈ റൂട്ടായിരുന്നു. മാപ്പിൽ നോക്കിയപ്പോൾ 2 പാലമായിട്ട് ഞാൻ കണ്ടില്ല, ഒറ്റ പാലമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇവിടെ സൈഡാക്കിയാലോ? ജോസഫ് ബാറിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഗോവ വന്ന അധികം ആൾക്കാരും ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്, കാരണം അവർക്ക് അവരുടേതായ ബ്രൂവറി ആൻഡ് സ്റ്റഫ്സൊക്കെ ഉണ്ട്. സംഭവം ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു കേട്ടോ, മാസീവ് ഫോട്ടോജനിക് 90s മൂഡ് സാധനം കാണിച്ചു തരാം. ഇതാണ് ഹാല്, ഫുൾ ഒരു റെട്രോ മാസീവ് വൈവാണ്. ഫ്രാൻസിനെ കാണിച്ചു തരാം, ഫ്രാൻസി വേറെ. ജോസഫ് ബാർ പോയി, എന്നിട്ട് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ തെറിക്കുകയാണ് നമ്മളെ ബാഗാ ബീച്ചിലോട്ട്. ഇവിടെ ആക്ച്വലി പ്രോപ്പർ, ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറയുന്നുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ പ്രോപ്പർ ഫോട്ടോഷൂട്ടും ലൈക്ക് ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. എൻ്റെ മോനെ, ഇവിടുത്തെ മെറൈൻ റൈറ്റ് സൈഡിൽ ആ കാണുന്ന മെറൈനാണ്. കുറേ ക്രൂസ് ഷിപ്പൊക്കെ ഉണ്ട് നട്ട് റോഡ് തന്നെ. കാസിനോസും പാർട്ടീസൊക്കെ നടക്കണ ഒരുപാട് ക്രൂസ് ഉണ്ട് അവിടെ. ബട്ട് അതൊക്കെയുള്ള കാശ് தேவைப்படும் பசங்களே, കാശ് தேவைப்படும், ரொம்ப അധികமாக ചിലവാക്ക വേണ്ടും. ഗോവനെ പറ്റിയുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ടൊരു കൊച്ചി വൈബ് അടിക്കണം, പക്ഷേ ഒരു അല്ലറ ചില്ലറ ബാങ്കോക്ക് വൈബ്സും ഉണ്ട്. കാരണം നമ്മളെ ബാഗായിരിയൊക്കെ മോനെ മരുന്ന് പാർട്ടി സ്ഥലം എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് നമ്മൾ ഇന്ത്യ അല്ല, അത് നമ്മൾ റഷ്യയിലൊക്കെ പോയൊരവസ്ഥയാണ്. അത്രയ്ക്കും ഫോറിനേഴ്സ് അവിടെയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ലൈക്ക് ഓൾ ടുഗെദർ 2 days ഇൻ ഗോവ വാസ് പ്രിറ്റി നൈസ്. പക്ഷേ ആ ജില്ലയായിട്ട് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പൊട്ടുന്ന അറിയില്ല, അതുള്ള കാര്യം അവനെ. കാരണം നമ്മൾ വന്ന ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡ് മേടിക്കാൻ 200-300 ആ റേഞ്ചിലൊക്കെയാണ് പൊട്ടണേ. അപ്പോൾ അതുകൊണ്ട് എന്തിന് വെള്ളം കുടിക്കാൻ പോലും ഒരു ഗ്ലാസ്സിൽ വെള്ളം ചോദിച്ചാൽ ചൂടുവെള്ളം തരില്ല, ഓരെന്താ ചെയ്യാറോ, മിനറൽ വാട്ടർ പൊട്ടിക്കും.
എന്നിട്ട് വെള്ളം ചൂടാക്കും, എന്നിട്ടാണ് തരിക. അപ്പം മിനറൽ വാട്ടറിന് ഫുള്ള് പൈസ നമ്മൾ കൊടുക്കണം. അതും MRP എബവ് ആണ് നമ്മളിവിടെ കൊടുക്കുന്ന പൈസ. 20 ഉറുപ്പ്യാണ് അതിൻ്റെ MRP റേറ്റ്. പക്ഷേ നമ്മളിവിടെ 30 കൊടുക്കും എല്ലാത്തിനും. പെപ്സീൻ്റെ 20 ഉറുപ്പിൻ്റെ കുപ്പിക്കാൻ 30 ഉറുപ്പ് എടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ചൊരു സീനാണ്. എക്സ്പെൻസ് ഭയങ്കര സീനാണ്. ടിപ്പ് ടാക്സി എടാ ജസ്റ്റ് ടെമ്പററി ടാറ്റു അടിച്ചിട്ടുണ്ട്. റേറ്റ് കോമഡിയാണ്. ഇതാണ് സ്ഥലം, ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ സ്റ്റേ അവിടെ, അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ. നമ്പർ ഇതാ ഇവരുണ്ട്, വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ബൈ. നോ ബൈ, ഇറ്റ്സ് ഓക്കെ. We're gonna have some